ഹായ് ഗൈസ്, ഞാനിത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കൂടാളി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. കണ്ടാരണം തെയ്യം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2:30 വരുന്നതെന്ന് പറഞ്ഞ 2 ആൾക്കാർ ഇതുവരെ കാണുന്നില്ല. വന്നിട്ട് പോസ്റ്റായിട്ടാണുള്ളത്. ഇപ്പം വരുമായിരിക്കും. ഒരു രക്ഷയില്ലാത്ത തെയ്യമാണ്, കിടിലൻ തെയ്യമാണ് കണ്ടാരണം തെയ്യം. അപ്പോൾ നമ്മളത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇതാ വന്നു ഗൈസ്. ഹായ് പറഞ്ഞ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി കാണുന്നതിൻ്റെ ഇടയിലും കണ്ടു കഴിഞ്ഞ് വന്നിട്ടും പറഞ്ഞുതരാം. കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലേ നീ? ഉത്തരവാദിത്വം വേണം. താഴത്തെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കണ്ടാരണം തെയ്യം. നമ്മളിപ്പോൾ ചോദിച്ചേരെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു തെയ്യം നടക്കുന്നുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ തെയ്യമുണ്ട്, ഒരുപാട് തെയ്യമുണ്ട് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അമ്മയും കുട്ടിയും അച്ചിയും കുട്ടിയും എന്ന് പറയുന്ന തെയ്യത്തിൻ്റെ വെള്ളാട്ടമാണ് നടക്കുന്നത്. കാണുന്നതാണ് കണ്ടാർണൻ തെയ്യത്തിൻ്റെ തിരുമുടിയായിട്ട് വരുന്നത്. അരക്ക് കെട്ടുന്ന തൊട്ടപ്പുറം കാണുന്നത്. അപ്പോൾ തെയ്യം കെട്ടാനുള്ള ആൾ റെഡിയായിക്കൊണ്ട് നിൽക്കലാണ്. സമയമായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തെയ്യം കെട്ടുന്നതും തെയ്യം ഇറങ്ങി ആടുന്നതും എല്ലാം കാണിച്ചു തരാം. ഇത് തെയ്യം കെട്ടുന്നയാൾ മറ്റേ മുഖത്ത് എഴുതിക്കൊണ്ടിരിക്കലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മുടി വെക്കുക. അതിന് ശേഷമാണ് ഈ മറ്റേ അരക്കുള്ള ഇത് വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ പന്തെല്ലാം കെട്ടിയിട്ട് പിന്നെ തെയ്യം ഇങ്ങനെ ആടുക. തെയ്യം കിട്ടുന്ന ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കി കെട്ടാൻ വേണ്ടിയിട്ട് വാ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ കോലം കെട്ടാൻ തുടങ്ങുന്നതിന് മുന്നേ അനുഗ്രഹമെല്ലാം വാങ്ങിക്കുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. 16 പന്തങ്ങൾ വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 16 പന്തം കണ്ടാർണൻ്റെ ചുറ്റും വെക്കുന്ന 16 പന്തം വെക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഓരോരോ സ്റ്റേജസ് ആയിട്ട് അത് കിട്ടും. ആദ്യം പന്തം കെട്ടും, പിന്നെ അതിന് ശേഷം മുടി കെട്ടും. അങ്ങനെയാണ് ഗൈസ്. തെയ്യം കെട്ടിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് തലക്ക് ഇത് കെട്ടി ഉറപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. തലയുറച്ചാൽ മാത്രമേ ഉയരുറക്കൂ എന്നെല്ലാം പറയുന്ന പോലെ ആ ഒരു ശാസ്ത്രമാണത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത് മുകളിൽ കയറി അത് കെട്ടിക്കൊടുക്കുന്നത്. കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും ഒരു ഭക്തിസാന്ദ്രമായി നിൽക്കുന്നുണ്ട് ആ ഒരു ചടങ്ങ്. അടുത്തൊരു മെയിൻ ചടങ്ങാണ് തലക്കെട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അരക്കെട്ട്. തലക്കെട്ട്, അരക്കെട്ട്, മുടിക്കെട്ട്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത്. ഇനി ചെണ്ട തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെണ്ടയുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ എല്ലാ ചടങ്ങും നടക്കുക. ഭഗവാൻ പരമശിവൻ്റെ കഴുത്തിൽ ജനിച്ച് ചെവിയിലൂടെ പുറത്തു വന്ന് ശ്രീ ഭദ്രകാളീൻ്റെ വസൂരി മാറ്റി എന്നാണ് കണ്ടാർണ തെയ്യത്തിൻ്റെ ഐതിഹ്യം വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് തലക്ക് കെട്ടി, അരക്ക് കെട്ടി, നമ്മളെ 16 പന്തം കെട്ടി. ഇനി തലമുടി മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്തൊരു ചടങ്ങായിട്ട് അതും കെട്ടുന്നതായിരിക്കും. ഓരോ തെയ്യത്തിനും ഓരോ തോറ്റമ്പാട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടാർണൻ്റെ തോറ്റാണ്. ഈ തോറ്റത്തിലൂടെയാണ് തെയ്യത്തിൻ്റെ ഐതിഹ്യം കാര്യങ്ങളും എല്ലാം പറയാം. തെയ്യം എന്തിനു സൂചിപ്പിക്കുന്നത്, തെയ്യം എന്നാണ് എന്നുള്ളത്. അപ്പോൾ ആ കഥ പരമശിവൻ്റെ കഴുത്തിൽ നിന്ന് ജനിച്ച് ചെവിയിലൂടെ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ തോറ്റത്തിലൂടെ മനസ്സിലാവും. നമ്മൾ ഒരുപാട് കാലമായി ഈ തെയ്യത്തിന് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ഐതിഹ്യം തോറ്റെല്ലാം കൃത്യമായിട്ട് അറിയാം. അർജുനെല്ലാം മെയിൻ തെയ്യപ്രാന്തനേനും. പരമശിവൻ്റെ തൃശ്ശൂലാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ പറ്റും. മുടിയിൽ നമ്മൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വിഷ്വലായിട്ട് മനസ്സിലാവും. പരമശിവനിൽ നിന്ന് പിറവിയെടുത്തത് കൊണ്ട് പരമശിവൻ്റെ സിമ്പൽ അതിൻ്റെ അകത്തുണ്ട്. തിരുമുടി, കണ്ടകാർണൻ തെയ്യത്തിൻ്റെ തിരുമുടിയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടാർണൻ്റെ തിരുമുടി കെട്ടാൻ പോക്കാണ്.
കണ്ടാർന്ന തെയ്യത്തിൻ്റെ തിരുമുടി കെട്ടാൻ പോക്കാന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും ഭഗവാൻ പരമശിവൻ്റെ തൃശൂലയിൽ വ്യക്തമായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. കൃത്യമായി കാണാൻ പറ്റും. അതായത് കണ്ടാർന്ന തെയ്യത്തിൻ്റെ തിരുമുടി നിവർന്നു. കുടാളി ശ്രീ താഴത്തെ വീട്ടിൽ കണ്ടാർന്ന തെയ്യത്തിൻ്റെ തിരുമുടി ഉയർന്നു. ഭക്തിസാന്ദ്രമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മുഖത്തെഴുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടാർന്ന തെയ്യം ഭദ്രകാളീൻ്റെ വസൂരി സ്വന്തം ശരീരത്തിലേക്ക് വലിച്ചെടുത്തതായിട്ടാണ് ആ മുഖത്തെഴുത്ത് സൂചിപ്പിക്കുന്നത്. തോറ്റം അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ദൈവത്തിലേക്ക് മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ളൊരു മാറ്റം. ഈ ഒരു നിമിഷം തൊട്ടാണ് മനുഷ്യൻ ദൈവമായി മാറുന്ന ഒരു നിമിഷമാണ് നിങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. കൊട്ടിൻ്റെ ഗതി മാറി, തിരുമുടി ഉയർന്നു, തോറ്റം നിന്നു. ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത് കണ്ടകർണൻ എന്ന തെയ്യത്തിൻ്റെ വിശ്വരൂപം. നമ്മളിത് ദൈവത്തിന് ഒരു 3 പ്രാവശ്യം വലം വെച്ചിട്ട് 16 പന്തത്തിന് തീ കൊളുത്താൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടകർണനായി മാറുന്ന കോലാധാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ളൊരു പരകായ പ്രവേശം. തിരുമുടിയുടെ ഇടയിൽ ഭഗവാൻ പരമശിവൻ്റെ താഴെ ഒരു തീ അഗ്നി എല്ലാത്തിനെയും ശുദ്ധിയാക്കും എന്ന് പറയുന്നത് പോലെ അഗ്നിയാണ് എല്ലാത്തിനും ധർമ്മവും എല്ലാം. ഗൈസ് ഇതാ തീ കൊടുത്തിരിക്കുകയാണ്. 16 പന്തത്തിനും തീ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടകർണൻ എന്ന തെയ്യത്തിൻ്റെ വിശ്വരൂപം. കൊട്ടിൻ്റെ ഗതി മാറി, ചെണ്ടമുട്ടിൻ്റെ ഗതി മാറി. അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുമെന്ന് പറയുന്ന പോലെ അഗ്നിയാണ് എല്ലാത്തിനും ധർമ്മവും കർമ്മവുമെല്ലാം. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടകർണൻ എന്ന് പറയുന്ന തെയ്യത്തിൻ്റെ നിറഞ്ഞാട്ടമാണ്. കണ്ടകർണൻ തെയ്യത്തിൻ്റെ 16 പന്തത്തിനും ഓരോരോ അർത്ഥങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിന് മനസ്സറിഞ്ഞ് തൊഴുതു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മാറാരോഗങ്ങൾക്കും നമുക്ക് ശമനം കിട്ടുന്നതാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അതിൽ നമ്മളെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മളും പോകുന്നു ചെയ്യുന്നു എന്നുള്ളൂ. നമ്മൾ ഞാൻ തന്നെ പിടിക്കുന്നുണ്ട്, പേടിക്കണ്ട. താഴത്തെ വീടിൻ്റെ നടുമുറ്റത്തേക്ക് കണ്ടകർണ തെയ്യം പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ വേഗത്തിൽ തന്നെ നല്ല പിടിച്ചോ. തെയ്യത്തിൻ്റെ കൂടെയുള്ളൊരു യാത്ര. പൂർവികരിൽ നിന്ന് തെയ്യം അനുഗ്രഹം വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെയ്യം കാണാൻ വന്ന ആൾക്കാരെക്കാൾ കൂടുതൽ വ്ളോഗ് എടുക്കാൻ വന്ന ആൾക്കാരാണ് തോന്നുന്നുള്ളത് കേട്ടോ. ഫോണ് മാത്രമേ കാണുന്നുള്ളൂ ഗൈസ്.
പന്തത്തിനേക്കാൾ കൂടുതൽ ഫോണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിലൊരു വെറും ഒരു ടീം മാത്രമാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ വന്നത്. പന്തത്തിനേക്കാൾ കൂടുതൽ മൊബൈൽ ഫോണുകൾ ഇവിടെ ഉണ്ട്. ചങ്ങായി നേരത്തെ ഒരു സ്നാപ്ചാറ്റിൽ ഫിൽറ്ററിലെടുത്തിട്ട് കണ്ടറിനെ എടുക്കുന്നതായിട്ട് ഇതാണ് കലശം തുള്ളു. കലശത്തിനെ ഫോളോ ചെയ്തിട്ടാണ് കണ്ടകരണം വരുന്നത്. കലശത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവും സമ്പൽ സമൃദ്ധിയും ഇമ്മോർട്ടാലിറ്റി, നമുക്ക് എറ്റേണൽ ലൈഫ് എന്നൊക്കെ പറയും. എന്താ പറയുക, ഒരു ചിരഞ്ജീവിയായി മാറാനുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് വരുന്നല്ലാന്ന് ഐതിഹ്യം പറയുന്നത്. കലശത്തിൻ്റെ ഐതിഹ്യം അങ്ങനെയാണ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കലശത്തിനെ പിന്തുടർന്ന് വരുന്ന ഐതിഹ്യം എന്ന് പറയുന്നത് വസൂരിമാല മാറിയിട്ട് ഭദ്രകാളി ദേവി എറ്റേണൽ ലൈഫിലേക്ക് പോയി എന്ന് സൂചിപ്പിക്കുന്നതാണ്. അല്ല അങ്ങനെയല്ല പ്രണവേ? ഋഗ്വേദത്തിൽ അങ്ങനെയാണെന്ന് പറയുന്നത്. ഋഗ്വേദത്തിൽ അങ്ങനെയാണല്ലേ? goes back to the ages of Rigveda. It symbolizes immortality, wisdom and prosperity of life. That's what we are seeing the screen now. This is for our foreign viewers. അമേരിക്കയിലുള്ള ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് പ്രണവ് ഇത്ര നേരം ഇംഗ്ലീഷിൽ പ്രസംഗം നടത്തിയത്. ഒന്ന് ഒച്ച വെക്കുന്ന ഡ്രോൺ നോക്കിയാൽ കണ്ടറിനെ മുകളിൽ കൂടാടി ഡ്രോണാ. ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഒരു അമ്മമ്മ ഡ്രോൺ നോക്കിയിട്ട് തോന്നുന്നു പകരവളൊക്കെ. കാരണവന്മാർ അനുഗ്രഹം വാങ്ങിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഗൈസ് കണ്ടറിഞ്ഞ ഇനിയാണ് അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത്. ഗൈസ് കുറച്ച് സമയത്തേക്ക് ഞാനൊന്നും പറയില്ല. നിങ്ങൾ ആ ഒരു നിമിഷത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലണം.
അപ്പോൾ നമ്മൾ തെയ്യം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. ഭയങ്കര തിരക്കായിരുന്നു, ഒടുക്കത്തെ തിരക്കായിരുന്നു, ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. കണ്ടാരണം എന്നെല്ലാം പറയുമ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ വരും. അപ്പോൾ പ്രദേശത്തെ മുക്കാഭാഗം ആൾക്കാരും കാണാൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ മുടി അയക്കുന്നവരെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.